മലപ്പുറം മങ്കടയിലെ പന്തല്ലൂർ ഹിൽസ് വ്യൂ പോയിന്റിൽ വെച്ച് 7 ആളുകൾക്ക് ഇടിമിന്നലേൽക്കുകയും 4 ആളുകൾ അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. വേനൽ മഴയോടൊപ്പമുള്ള ഇടിമിന്നൽ എത്രത്തോളം മാരകമാണെന്ന് ഈ സംഭവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഇത്തരം വലിയ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ താഴെ പറയുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഓരോരുത്തരും അതീവ ഗൗരവത്തോടെ പാലിക്കേണ്ടതാണ്. ഇടിമിന്നലിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. മങ്കടയിലെ അപകടം നടന്നതുപോലെയുള്ള വ്യൂ പോയിന്റുകൾ, മലമുകളുകൾ, മൈതാനങ്ങൾ തുടങ്ങിയ തുറസ്സായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നൽ നേരിട്ടേൽക്കാൻ കാരണമാകും. ഉയരമുള്ള മരങ്ങൾ മിന്നലിനെ ആകർഷിക്കുന്നതിനാൽ ഒരു കാരണവശാലും മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കരുത്. മരത്തിൽ മിന്നലേറ്റാൽ അത് നിങ്ങളിലേക്ക് പ്രവഹിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീടിനുള്ളിൽ ഇരിക്കുമ്പോഴും സുരക്ഷിതരാണെന്ന് പൂർണ്ണമായി കരുതരുത്. ജനലുകൾക്കും വാതിലുകൾക്കും അടുത്ത് നിൽക്കാതെ വീടിന്റെ മധ്യഭാഗത്തേക്ക് മാറിയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടിമിന്നൽ സമയത്ത് ഗൃഹോപകരണങ്ങൾ പ്ലഗ് പോയിന്റിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ട് മാത്രം സുരക്ഷ ഉറപ്പാക്കാനാവില്ല. മൊബൈൽ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത് ഇടിമിന്നൽ സമയത്ത് അതീവ അപകടകരമാണ്. ഇത് പൂർണ്ണമായും ഒഴിവാക്കണം. ലോഹങ്ങളിലൂടെ വൈദ്യുതി വേഗത്തിൽ പ്രവഹിക്കുമെന്നതിനാൽ കുട ചൂടുന്നതും സൈക്കിൾ ഉപയോഗിക്കുന്നതും ഇരുമ്പ് വേലികൾക്ക് സമീപം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതുണ്ട്. വെള്ളം വൈദ്യുതിയുടെ മികച്ച ചാലകമായതിനാൽ മിന്നലുള്ളപ്പോൾ കുളിക്കുന്നതോ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നതോ അപകടം വിളിച്ചു വരുത്തും. തുറസ്സായ സ്ഥലത്ത് അകപ്പെട്ടു പോയാൽ തറയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഒഴിവാക്കി കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് കുനിഞ്ഞിരുന്ന് തലമുട്ടുകൾക്കിടയിൽ വെച്ച് ശരീരം പരമാവധി ചുരുക്കിയിരിക്കുക. വാഹനത്തിനുള്ളിലാണെങ്കിൽ പുറത്തിറങ്ങാതെ ചില്ലുകൾ ഉയർത്തി ലോഹഭാഗങ്ങളിൽ തൊടാതെ ഇരുന്നാൽ അത് സുരക്ഷിതമായ ഒരു കവചമായി പ്രവർത്തിക്കും. മിന്നലേറ്റ ഒരാളുടെ ശരീരത്തിൽ വൈദ്യുതി അവശേഷിക്കില്ല എന്നതിനാൽ ഭയമില്ലാതെ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകാനും ശ്വാസം നിലച്ചവർക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കാനും ശ്രദ്ധിക്കണം. ഈ സന്ദേശം വെറുമൊരു വാർത്തയായി കാണാതെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷാ മുൻകരുതലായി കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക.